എൻ്റെ പേര് ശ്രുതി കൃഷ്ണ. ഞാനിവിടെ അമൃത ഹോസ്പിറ്റൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രമേഹ രോഗി എങ്ങനെയാണ് ഭക്ഷണക്രമം പാലിക്കേണ്ടത് എന്നാണ്. ഈ പ്രമേഹ രോഗം എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. അത് നിയന്ത്രിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആരോഗ്യകരമായ ഭക്ഷണ രീതിയും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു വ്യായാമ രീതി കൂടെയാണ്. എങ്ങനെയാണ് ഒരു പ്രമേഹ രോഗി ഭക്ഷണക്രമം പാലിക്കേണ്ടതെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കൂടുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതും നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ഇവരിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. അതായത് ടൈമിംഗ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി. അതായത് എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിക്കുകയും അതുപോലെ തന്നെ ചെറിയ തോതിൽ പല തവണകളിലായിട്ടുമായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പ്രമേഹ രോഗികളിൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഷുഗർ കൂടുന്നത് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ധാന്യവും അതിനോട് ചേർന്ന് ഒരു പ്രോട്ടീൻ അടങ്ങിയ സോസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പുട്ട്, കടല എന്ന കോമ്പിനേഷനിലും അതുപോലെ തന്നെ ദോശ, സാമ്പാർ അങ്ങനെയുള്ള കോമ്പിനേഷനിലായിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത്. പുട്ട്, പഴം അല്ലെങ്കിൽ ഉപ്പുമാവ്, പഴം അങ്ങനെയുള്ള കോമ്പിനേഷനിൽ എടുക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്കിന് അവിടെ കാരണമാകും. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിലാണെങ്കിൽ ഒരു പ്ലേറ്റിൽ പകുതി പച്ചക്കറികളും ഒരു കാഭാഗം കാർബോഹൈഡ്രേറ്റ് അതായത് ധാന്യങ്ങൾ അടങ്ങിയതും ബാക്കി കാഭാഗം പ്രോട്ടീൻ അടങ്ങിയ ആഹാരമായ ചിക്കൻ, മുട്ട, മീൻ എന്നിവ കൂടെ വേണം ഉൾപ്പെടുത്താൻ. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളായ ഇപ്പോൾ മോര്, തൈര് എന്നിവ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. രാത്രി നേരത്തും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഗോതമ്പിൻ്റെയോ അല്ലെങ്കിൽ മില്ലറ്റ്സ് ആയിട്ടുള്ളതോ പയറുവർഗ്ഗങ്ങളോ വേണം കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ. ഇടസമയത്ത് കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു ദിവസം 3 മീൽസ് അല്ലാതെ 3 പ്രധാന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ 3 ലഘു ഭക്ഷണങ്ങളുമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടസമയങ്ങളിലായിട്ട് നമുക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ നട്ട്സോ സീഡ്സോ എന്നിവ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ ബദാം, വാൾനട്ട് എന്നിവ മികച്ച ഓപ്ഷൻസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ omega-3, omega-6 എന്ന ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള വിശപ്പിനെ ശമിപ്പിക്കാനും അതുപോലെ തന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് തടയാനും വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ ഈ ചീര, ലെറ്റ്യൂസ്, മുള്ളൻചീര എന്നിവ കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇവ നമുക്ക് സാലഡ്സ് ആയിട്ടോ സൂപ്പായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇതിലെ ധാതുക്കളും വൈറ്റമിൻസും കൂടുതൽ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ടും ഇതും ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സായ ആപ്പിൾ, ഓറഞ്ച്, മൂസമ്പി, പേരക്ക എന്നിവ കൂടെ നമുക്ക് ഇടസമയങ്ങളിലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി ഒരു 7-7:30 അതിനുള്ളിലായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പ്രമേഹ രോഗികളിൽ മെയിനായിട്ടും ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്നാക്സ്, ചിപ്സ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവയെല്ലാം നിയന്ത്രിച്ചാൽ മാത്രം പോരാ, ധാരാളം വെള്ളം കുടിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ദിവസം മിനിമം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രമേഹ രോഗം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.